പറയ് ടീച്ചറിനെ ആദ്യം വിളിച്ചു. അപ്പൊ ടീച്ചർ വരില്ല, വെള്ളം കൊടുത്തിട്ട് അവിടെ കടക്കട്ടെ. അല്ല നിൽക്ക് ഞാൻ വന്നത് ഇതിനൊന്നല്ല. ഞാൻ എൻ്റെ കുട്ടിയുടെ മറ്റേ ബാങ്കിലെ അക്കൗണ്ട് മറ്റേ ശരിയാക്കാൻ വേണ്ടിയിട്ട് അവരെ ഉച്ചയുടെ പീരീഡ് നോക്കി വന്നതാണ്. അല്ല അങ്ങനെയല്ല, ഞാൻ ഇപ്പോൾ വന്ന് കണ്ടപ്പോൾ ഞാനിത് അറിഞ്ഞിട്ട് വന്നല്ല കേട്ടോ. അങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനെ ഉള്ള ഒരു കുട്ടീനെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് റൂമിൽ നിങ്ങളൊക്കെ വിശ്വസിച്ചിട്ടാണല്ലോ ഞങ്ങൾ കുട്ടികളെ വിടുന്നത്. ആണോ അല്ലേ? ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പൊന്നു പോലെ നോക്കിയിട്ട് നിങ്ങളുടെ വിടുമ്പോൾ നിങ്ങൾ എന്ത് തെറ്റുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്ക്, അതിൻ്റെ രക്ഷിതാക്കൾ വരട്ടെ. സിസ്റ്റർ എന്ത് എത്ര നേരം വന്നില്ല? അല്ല എന്താണെങ്കിലും സിസ്റ്റർ ഇല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട വേറൊരാളില്ലേ? അവര് അല്ലല്ല അത് നടക്കട്ടെ. ആണോ മോളെ? നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു തല കറങ്ങി കിടക്കുന്ന കുട്ടീനെ ഭക്ഷണം കഴിക്കാണ്ട് ഈ ഉച്ച എന്താ അതിന് ഞാൻ അടിക്കണ്ടെന്നൊന്നും ഞാൻ പറയാം. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ രക്ഷിതാക്കളെ പ്രായപൂർത്തിയായ കുട്ടികളല്ലേ. ഞാൻ വന്ന് കണ്ടപ്പോഴുള്ള കാഴ്ചപ്പാടാ പറയണത്. ഞാൻ നിങ്ങളെ നിരീക്ഷിക്കാനോ കൊച്ചിനെ ഞങ്ങളെ എടുത്തോണ്ട് പോയി അവിടെ കെടുത്തി, വെള്ളം കൊടുത്തു, നാരങ്ങ വെള്ളം കൊടുത്തു, RS കൊടുത്തു. എന്താ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ് ഇത്ര നേരം. ഇവിടെ നേഴ്സ് ഉണ്ടായിരുന്നു. മോൾ ആരെങ്കിലും വന്നിട്ട് നോക്കിയിട്ടുണ്ടോ? ആരാ വന്ന്? ടീച്ചറല്ല, നേഴ്സ് വന്നു ഇവിടെ. കരാട്ടയുടെ കൂടെ വന്ന ടീച്ചർ, കരാട്ടയുടെ കൂടെ വന്നില്ലേ? കരാട്ടമ്മ നമ്മുടെ ടീച്ചറല്ലല്ലോ, ആ ടീച്ചർ അത് നേഴ്സാണ്. ഇതൊന്നും ശരിയല്ല കേട്ടോ. ഇതാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും ശരിയല്ല. കാരണം ഞാൻ എന്ത് ശരിയല്ലാന്നോ സിസ്റ്ററെ? നിങ്ങളത് പറയുന്നത് ശരിയല്ല സിസ്റ്ററെ. നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ മക്കളെ പറഞ്ഞു വിടുമ്പോ നിങ്ങൾ ആ കുട്ടി ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ രക്ഷിതാക്കളെ വിളിച്ചറിയിപ്പിക്കേണ്ട കടമ നിങ്ങൾക്കില്ല. ഞങ്ങളെ വിളിച്ച ചേട്ടന്റെ മോളെ ഞങ്ങളെ വിളിച്ച എന്തിന് കാര്യങ്ങൾ ഇപ്പൊ എന്തിനു വിളിച്ച? ഇതുപോലെ എല്ലാ ഞാൻ എന്നാരും വിളിച്ചിട്ട് വന്നതല്ല. ഞാൻ ഈ കുട്ടീനെ ബാങ്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് വന്നതാ. അതിനുള്ളിൽ നോക്കി ഏത് കുട്ടികൾക്ക് വയ്യാണ്ടാകുമ്പോഴും ഞങ്ങൾ വിടാറുണ്ട്. തല കറങ്ങിയപ്പോ എന്താണെന്ന് അറിയാം. എല്ലാം ഒന്നാമത് അടിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ? ഞാൻ പറയാം, കാര്യങ്ങൾ പറഞ്ഞുതരാം. അടിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ? അല്ല ആരാവട്ടെ, അടിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ? ഇത്ര പോകുന്ന പ്രായപൂർത്തിയായ കുട്ടികളെ ഞങ്ങൾ പോലും തല്ലിണില്ലേ ഞങ്ങളുടെ മക്കളെ? നമുക്കതൊക്കെ ആവശ്യമുള്ളതാണ്. ശരി, ചോറുണ്ട്. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞു? നിങ്ങൾ ഇങ്ങോട്ട് വന്നേ ഓഫീസ്. എന്താ ഇവിടെ വന്ന് വീഡിയോ എടുക്കണേ?